ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അമർപ്രീത് സിംഗ് എന്ന് പറയുന്നത് IAFന്റെ ചീഫാണ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ്. പക്ഷെ പുള്ളി ഒരു എയറോ 2025 എന്ന് നടന്ന ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു എയർ ഷോ ബംഗളൂരിലാണ് നടന്നത്. ആ എയർ ഷോ കഴിഞ്ഞ പാടെ ഇവിടെ HALന്റെ തേജാസിന്റെ മാനുഫാക്ചറിങ് കമ്പനിയില്ലേ, ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമന്റ് പാസ്സാക്കി. അത് പറഞ്ഞത് സാധാരണ ഇന്റേണൽ ഡിസ്കഷനായിട്ട് പറഞ്ഞ വിഷയമാണ്. അതൊരു സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട ആൾ അത് പകർത്തി അത് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അത് വളരെ പോപ്പുലറായി. അതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളെല്ലാം അയാൾക്ക് നേരിടേണ്ടി വന്നു. അയാളൊരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്, ഒരു ചീഫാണ്. അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്ക് അത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, പുള്ളി സ്വന്തം വീട്ടിലേക്ക് ഫൈറ്റർ ജെറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയല്ല പുള്ളി പറഞ്ഞത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് സെൻട്രൽ ഗവൺമെന്റ് ആ രീതിയിൽ തന്നെയാണ് അതിനെ എടുത്തിരിക്കുന്നത്. 2 മുതൽ 3 സ്ക്വാഡ്രൺ F-35 മേടിക്കാനുള്ള പ്രപ്പോസലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ മുന്നിലേക്ക് പ്രപ്പോസ് ചെയ്യപ്പെട്ടത്. ഇന്ത്യ F-35 മേടിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. അതിലും ഇന്ത്യ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം IAF ഉദ്യോഗസ്ഥർ തന്നെയാണ്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഡിസിഷൻ വന്നിരിക്കുന്നത്. കുറച്ച് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അതേപോലെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള അതിന്റെ വിലയിരുത്തലുകൾ. അമേരിക്കയിൽ നിന്നും ഇറക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഇവിടെ ഉയർന്ന നിരക്കിലാണ് ടാരിഫ് അഥവാ ഡ്യൂട്ടി നമ്മൾ ചാർജ് ചെയ്യുന്ന എന്നുള്ള പരാതി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പത്രക്കാർ ചോദിച്ച സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത്. അത് മറ്റൊരാളെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് അത് എങ്ങനെയാണ് കൊള്ളുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലുള്ള പരിഗണനയും കിട്ടാത്ത രീതിയിലാണ് പുള്ളി എപ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്. അതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അത് പ്രൈം മിനിസ്റ്റർ മോദി, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ 3 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ അടുത്ത് ഹൈ ലെവൽ താരിഫ് ചാർജ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവരുടെ അടുത്ത് ഒരുപാട് പൈസയുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ $21 മില്യൺ അങ്ങോട്ട് കൊണ്ട് കൊടുത്തത് എന്നുള്ള രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ് പുള്ളി പറഞ്ഞത്. ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതൊന്നുമല്ല, എന്തോ ഡെമോക്രസി വളർത്താൻ പോകുന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തത്. തക്കതായ തെളിവുകൾ ഉണ്ടെങ്കിൽ അയാൾ അത് പുറത്തുവിടേണ്ടതാണ്. അല്ല അതിലുപരിയായിട്ട് അവിടെ മൈക്കിന് മുമ്പിൽ എന്നിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇന്ത്യ ഇതേപോലത്തെ പല സ്റ്റണ്ടുകളും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതൊന്നും ഇന്ത്യക്ക് ഒരു പുത്തരിയൊന്നുമല്ല. അതായത് ഈ ഒരു താരിഫ് എന്ന് ട്രംപ് എപ്പോഴും പറയുന്നുണ്ടല്ലോ, അതായത് ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ കസ്റ്റംസ് ഫീ, ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. പഴഞ്ചൻ നിയമമാണ് ഈ ഒരു ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു താരിഫ് ഇങ്ങനെ ഹൈക്ക് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി. ചരിത്രപരമായിട്ട് തന്നെ പല രീതിയിലുള്ള പഠനങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ട്. താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അഥവാ ഈ ഒരു ഡ്യൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി കുറയും. എന്തിന്റെ ക്വാണ്ടിറ്റി? ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ ക്വാണ്ടിറ്റി കുറയും. ഒരു പക്ഷേ ഡെഫിസിറ്റ് ഒക്കെ ഒരു പരിധി വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരിക്കും. ഏതാണ് ഈ ഡെഫിസിറ്റ്? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റുമതി ഇറക്കുമതി ചെയ്യുമ്പോഴത്തേക്കും അത് രണ്ടും തമ്മിലുള്ള ഒരു അന്തരം, അത് വേണമെങ്കിൽ കുറച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അളവ്, ആ ഒരു ക്വാണ്ടിറ്റി കുറയും. ഇതിനു മുമ്പ് വൻതോതിലാണ് കയറ്റുമതി ഇറക്കുമതി നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഈ ഒരു താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അത് കുറയാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു താരിഫ് പദ്ധതി അത്ര സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകത്തില്ല. പിന്നെ അമേരിക്കയെ പോലത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യം അത് വെച്ചുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു താരിഫ് പോളിസി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അതിലുപരിയായിട്ട് താരിഫ് കൂട്ടുന്ന ഈ ഒരു പരിപാടി അത്ര വലിയ നല്ല പരിപാടിയല്ല എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ 41.5 സ്ക്വാഡ്രൺ ആണ് നമുക്ക് ഫൈറ്റർ ജെറ്റുകളുടെ ആവശ്യം. അതാണ് നമ്മളുടെ പ്രൊപ്പോസ്ഡ് ലെവൽ, അതാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പം 31 സ്ക്വാഡ്രൺ ആണ് ഉള്ളത്. അതും 31 തികച്ചില്ല, 30 ഉള്ളൂ എന്നാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ട്രംപ് പെട്ടെന്ന് തന്നെ F-35 ഇന്ത്യക്ക് അങ്ങ് ഓഫർ ചെയ്ത് കളഞ്ഞു. ഓക്കെ, ശരിയാണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഫൈറ്റർ ജെറ്റ് മേടിക്കുന്ന പോലെയല്ല അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും അവർ തന്നെയാണ് ഓൺലൈനിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത് ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് തന്നെ ഓൺലൈൻ ത്രൂ ആണ്. അത് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ സ്പെയർ പാർട്സുകൾക്കൊക്കെ നല്ല ചാലഞ്ചിങ് ആണ്. ഇന്ന് ട്രംപ് വളരെ സുലഭമായിട്ട് അത് നമുക്ക് ഏൽപ്പിച്ചിട്ട് വിറ്റിട്ട് പൈസയും മേടിച്ചിട്ട് ട്രംപ് അങ്ങ് പോകും. പിന്നെ അടുത്ത ഡെമോക്രറ്റുകൾ വന്നിരിക്കും, അപ്പോഴത്തേക്കും പോളിസി ചേഞ്ച് ആവും. US ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട് പോളിസി മാറ്റിമറിക്കാൻ വളരെ വിദഗ്ധരാണ്. ഒരു രീതിയിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള പോളിസി അവിടെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് കാര്യം. അവർ ശക്തരായതുകൊണ്ട് തന്നെ അവർക്ക് പോളിസി ഏത് നേരത്തെ വേണമെങ്കിലും മാറ്റാം. മറ്റുള്ളവർ അത് കേട്ട് അടങ്ങി അങ്ങ് പൊക്കോണം. ആ രീതിയിലുള്ള നിലപാടാണ് കാലാകാലങ്ങളായിട്ട് US എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്കൊരു ഫൈറ്റർ ജെറ്റ് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന റഡാർ സിസ്റ്റം ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മിസൈൽ സിസ്റ്റം ആയിക്കോട്ടെ, അതായത് S-400 പോലത്തെ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. S-400 എന്ന് പറയുമ്പോഴത്തേക്കും പ്യൂർലി റഷ്യൻ മെയ്ഡാണ്. അപ്പൊ റഷ്യൻ റഡാർ സിസ്റ്റമാണ് S-400 അപ്പൊ ഈ F-35 ഈ സ്റ്റെൽത്ത് ഫൈറ്റർ എന്ന് പറയുന്നില്ലേ, ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ റഡാറിൽ നിന്നും എസ്കേപ്പ് ആകുന്ന ഒരു ടെക്നോളജിയാണ്. അതാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റുകളിൽ വെച്ചിരിക്കുന്ന ഒരു ടെക്നോളജി. ഇത് അമേരിക്ക F-35
എന്ത് ടെക്നോളജി, ഏത് രീതിയിലുള്ള ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ഒരു സ്റ്റെൽത്ത് ടെക്നോളജി വർക്ക് ആകുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പൊ അത് റഡാറിൽ ക്യാപ്ചർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ റഷ്യക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള നിലയിൽ ഒരു ആലോചനയും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അമേരിക്ക ഇന്ത്യയെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു F-35 തരുന്നതെങ്കിലും ഈ ഒരു ട്രസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രം ഇത് നിൽക്കത്തില്ല. ഇത് നല്ല രീതിയിലുള്ള ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് ആ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടേ നമുക്കിത് കൊണ്ടുവരാൻ പറ്റൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ ലോക്ക് ഇടുന്ന പോലെ ഒരു പരിപാടിയാണ്. ഈ F-35 നമ്മളുടെ കയ്യിൽ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതിൽ അവർ ഒരുപാട് കണ്ടീഷൻസ് വെക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ ബ്രഹ്മോസ് മിസൈൽ ഇതിനകത്ത് ഘടിപ്പിക്കാൻ കഴിയില്ല. ടെക്നിക്കൽ പരമായിട്ട് കഴിയില്ല എന്നല്ല, അത് കഴിയില്ല എന്നുള്ളതിന്റെ കാരണം ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് നമ്മളും ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് ഒരു കൂട്ടായ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച സാധനമാണ് ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ. റഷ്യയുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഈ സാധനം അമേരിക്കയുടെ F-35 ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചില ന്യൂനതകൾ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ആയിട്ട് പറഞ്ഞു കാണിക്കപ്പെടുന്നത് ഇതിന്റെ എക്സ്പെൻസസ് ആണ്. ഒരു മണിക്കൂർ ഇത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്ട് $35,000 പരം ചെലവാകും എന്നുള്ളതാണ്. അത്രമാത്രം ഫ്യൂവലും ചിലവാകും. അതിന്റെ നല്ല രീതിയിലുള്ള ആ ഒരു കോസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. $35,000 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 28 ലക്ഷം വരും ഒരു മണിക്കൂർ ഈ ഒരു F-35 ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫൈറ്റർ ജെറ്റ് ലോങ് ഫ്ലൈയിങ് അവേഴ്സ് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഫൈറ്റർ ജെറ്റ് ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. പക്ഷേ നമുക്കത് ആവശ്യമാണോ എന്നുള്ള ഒരു ചിന്തയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ അവസാനം ഇന്ത്യൻ എയർഫോഴ്സ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി തന്നെ ഇൻഡജീനിയസ് ആയിട്ട് നമ്മൾ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ പദ്ധതി. അതൊരു സൈഡിൽ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നെങ്കിലും മറ്റൊരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തേജാസിന്റെ ലൈറ്റ് കോമ്പാക്ട് ഡെലിവറി ആയി കിട്ടുന്നത് വരെ ആ ഒരു മീൻ വൈൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് F-35 വാങ്ങാം. അതൊരു ചോയ്സ് തന്നെയാണ്, ഗുഡ് ചോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ കൺഫർമേഷൻ നമ്മളുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഡിസിഷൻ. അതൊരു സൈഡിൽ നിൽക്കെ തന്നെ അടുത്ത് തേജാസ് HAL, ഞാൻ പറഞ്ഞല്ലോ, അമർപ്രീത് സിംഗ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫായിട്ടുള്ള ആ വ്യക്തി പറഞ്ഞ ഒരു കമന്റുമായിട്ട് പിന്തുടർന്നാണ് ഈ ഒരു വിഷയം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക GE എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഒരുപാട് നാളായിട്ട് നമ്മളായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കഴിഞ്ഞ് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമുക്ക് GEയുടെ എഞ്ചിൻ തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് തേജാസ് MK1 ആൽഫ എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഇതുവരെ പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഏതാണ്ട് 2010-ലോ 2011-ലോ എങ്ങാണ്ടാണ് ഇതിന്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഇത്രയും നാളായിട്ട് നമുക്ക് ഇതുവരെ അതിനൊരു അച്ചീവ്മെന്റ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബേസിക്കലി ഒരു 15 എയർക്രാഫ്റ്റ് ഇതുവരെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. 2010 തൊട്ട് നമ്മളിപ്പോൾ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഫ്ലൈറ്റ് എങ്കിലും മിനിമം നോക്കി ഈ കാറ്റഗറിയിൽ ഉണ്ടാവേണ്ടതാണ് നമ്മളുടെ ഡിഫൻസിൽ. പക്ഷെ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. 11 സ്ക്വാഡ്രൺ നമുക്ക് ഷോർട്ടാണ്. നമ്മൾ 11 സ്ക്വാഡ്രൺ നമ്മൾ പിന്നിലാണുള്ളത്. നമുക്ക് അത്രയും ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിലുപരിയായിട്ട് GE404 എഞ്ചിനാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പം ഇതിനൊരു റീപ്ലേസ്മെന്റ് നമ്മൾ അന്വേഷിക്കുകയാണ്. എയർ ഷോ 2025 ബാംഗ്ലൂരിൽ നടന്ന സമയത്ത് റഷ്യയുടെ ഓഫീസർമാരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഡീപ്പ് ഡിസ്കഷൻ ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഡിലേ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ റഷ്യ അതിനൊരു സൊല്യൂഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. GE404 എന്ന് പറഞ്ഞ ആ ഒരു എഞ്ചിനെ റീപ്ലേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അതേ സ്പെസിഫിക്കേഷൻ ഉള്ള അതിനേക്കാളും ബെറ്റർ വേർഷൻ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് റഷ്യ തന്നിരിക്കുന്നത്. 177S അഥവാ I-177S എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട എഞ്ചിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ എഞ്ചിൻ തരാമെന്നാണ് പറയുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ അതിന് വെയിറ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ കാവേരി എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓൺ ഇൻഡിജിനിയസ് പ്രൊഡക്ഷനിലുള്ള ഒരു എഞ്ചിൻ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. ആ എഞ്ചിൻ നമ്മളെല്ലാം സെറ്റാക്കി റഷ്യയിലേക്ക് തന്നെയാണ് കൊടുത്തയച്ചിരിക്കുന്നത്. അത് അവരുടെ ഒരു എയർക്രാഫ്റ്റിൽ ഒരു എഞ്ചിൻ മാറ്റി വെച്ചിട്ട് ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് ആ ഒരു എയർക്രാഫ്റ്റ് റൺ ചെയ്ത് ടെസ്റ്റ് റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാസ് പ്രൊഡക്ഷൻ ആയിട്ട് ഇട്ടിട്ട് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ഈ ഒരു ലൈറ്റ് കോമ്പാക്റ്റിന് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ചോദ്യചിഹ്നമാണ്. ഈ തേജാസ് LCA എന്ന് പറഞ്ഞ ഈ ഒരു ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിലേക്ക് പറ്റിയ രീതിയിലുള്ള ഒരു എഞ്ചിൻ റഷ്യ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 5th ജെൻ എഞ്ചിനാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് ലെസ് ആണ്. ഫ്യൂവൽ കൺസംഷനും അതേപോലെ കമ്പാരിറ്റീവ്ലി കുറവാണ് F-35 കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും. അപ്പൊ ആ രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എഞ്ചിനാണ്. പക്ഷേ പിന്നെ ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നത് നമ്മൾ വീണ്ടും റഷ്യയെ തന്നെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളുടെ 90% നമ്മൾ ഡിഫൻസ് പാർട്ണറായിട്ട് റഷ്യയെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നാണ് പർച്ചേസ് നടത്തുന്നതിന്റെ കാരണം തന്നെ നാളെ ഒരു സമയത്ത് റഷ്യക്ക് ഏതെങ്കിലും ഒരു ഡൗൺഫോൾ സംഭവിച്ചു കഴിഞ്ഞാൽ
ഇന്ത്യയുടെ അവസ്ഥ എന്താവും? അതുകൊണ്ടാണ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഈ പർച്ചേസിലോട്ട് മുന്നോട്ട് പോയത്. പക്ഷെ എന്നാൽ നമ്മൾ ഫ്രാൻസിന്റെ അടുത്തൊക്കെ റഫേൽ മേടിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രാൻസിന്റെ അടുത്ത് നമ്മൾ 26 റഫേൽ മറൈൻ ജെറ്റ് മേടിക്കുന്നുണ്ട്. 22 സിംഗിൾ സീറ്ററും അതേപോലെ 4 ട്വിൻ സീറ്ററുമാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ INS വിക്രമാദിത്യ എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലീറ്റിൽ, എയർക്രാഫ്റ്റ് ഫ്ലീറ്റിൽ നമ്മൾക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ നേവിക്കൊക്കെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് വരുന്ന ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ GE കമ്പനിക്ക്, അമേരിക്കയിലുള്ള GE കമ്പനി, നമ്മളെ കുറെ നാളുകൊണ്ടേ വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു GE കമ്പനിക്ക് ഒരു ബദൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്ററിനെ സൃഷ്ടിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ഇനിയും കുറച്ചുകൂടെ അങ്ങ് ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റഷ്യയുമായിട്ടുള്ള ഒരു ഡീൽ സൈൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇതിനെ ചൊല്ലി GE കമ്പനിക്ക് നമ്മൾ ഓൾറെഡി തന്നെ അഡ്വാൻസ് പേയ്മെന്റ് പേ ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ GE കമ്പനിയുമായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്രിമെന്റിൽ ഈ ഒരു ക്ലോസ് ഉണ്ട്. എന്താണ് ക്ലോസ്? അതായത് ഇത് ഓർഡർ ഫെയിലിയർ ആകുന്ന മുറയ്ക്ക് പെനാൽറ്റിയോട് കൂടി ആ റീഫണ്ട് നമുക്ക് തിരിച്ചു തരേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു കണ്ടീഷൻ അതിനകത്തുണ്ട്. അമേരിക്കയിലെ GE കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പണിയായിട്ട് ഇത് മാറാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇത് ഗവൺമെന്റ് ഏത് രീതിയിലാണ് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുന്നതിനനുസരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. F-35 വാങ്ങുന്നില്ല എന്നുള്ള കാര്യം സെപ്പറേറ്റ് ആണ്. കാരണം വേറെ ഒന്നുമില്ല, F-35 ഇന്ത്യക്കുള്ളിൽ ഉത്പാദിപ്പിക്കണം എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് താരിഫോ അമ്മാതിരിയുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിലുപരിയായിട്ട് ഈ ട്രേഡ് ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര നല്ല പരിപാടിയല്ല ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു F-35 മാനുഫാക്ചറേഴ്സ്. അപ്പൊ ഈ ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പുതിയ കമ്പനിയല്ല. ലോക്കിഡ് മാർട്ടിൻ ഓൾറെഡി തന്നെ ടാറ്റ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ലിമിറ്റഡുമായിട്ട് ഓൾറെഡി തന്നെ ജോയിന്റ് വെഞ്ചറായിട്ട് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പല ഫ്ലൈറ്റുകൾക്കും സ്പെയർ പാർട്സുകൾ ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള മൈക്കൽ വില്യാംസൺ എയർ ഷോ 2025 ബംഗളൂരിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഡിഫൻസിൽ പെട്ട ആൾക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അത്തോറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവര് ഇന്ത്യക്കുള്ളിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഒരുപാട് താല്പര്യം കാണിച്ച്, ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് താല്പര്യത്തോടെ ഇടപെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ലോക്കിഡ് മാർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ F-35 വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കൺസെന്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ അമേരിക്കയിൽ പോയിട്ട് അങ്ങനെ മൊത്തത്തിൽ സാധനം മേടിച്ചുകൊണ്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്ന പരിപാടി ഒരിക്കലും ഇല്ല. ആ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകത്തില്ല. പിന്നെ ഈ ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള നികുതി കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അത് കുറയ്ക്കത്തില്ല എന്നുള്ള നിലപാട് എടുത്തത് കൊണ്ടാണ് ട്രംപ് ഈ രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇന്ത്യ താരിഫ് കൂട്ടി വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് എന്തെന്ന് പറഞ്ഞാല്, ഇന്ത്യക്കുള്ളിൽ അതേ സെയിം പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്ത്യ ടാക്സ് കുറച്ചിട്ട് അതൊക്കെ വളരെ ഈസി ആയിട്ട് ഇന്ത്യക്കുള്ളിൽ കടത്തി വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റുകൾ അത് കീഴടക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുന്ന ലോക്കൽ പ്രോഡക്റ്റ്, നമ്മൾ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ആൾക്കാരെ കൊണ്ട് ഇൻസൈഡ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇൻസൈഡ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ ഒരു താരിഫ് കുറച്ചിട്ട് US സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്കുള്ളിൽ അവൈലബിൾ ആക്കുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പൊ ഏത് വിഷയങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഏത് വിഷയങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ആലോചിച്ചും കണ്ടും ഇന്ത്യൻ ഗവൺമെന്റ് മുന്നോട്ട് പോകും. അപ്പൊ അതിപ്പോ ഒരാള്, ഇല്ലെങ്കിൽ ഒരു പുതിയ പ്രസിഡന്റ്, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബന്ധമുള്ള ആള് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ താരിഫിൽ വലിയ വ്യത്യാസമൊന്നും വരുത്താൻ പറ്റത്തില്ല. പറ്റുന്ന കാര്യങ്ങൾക്ക് താരിഫ് നിരക്ക് കുറയ്ക്കും, അത്രയേ ഉള്ളൂ. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കോസ് ആണ്. അപ്പൊ ആ രീതിയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് കമ്പനികളുണ്ട്. ഫ്രഞ്ച് റഫേൽ ഉണ്ട്, റഷ്യൻ സുക്കോയ് ഉണ്ട്, സ്വീഡിഷ് ഗ്രിപ്പൻ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വിവിധ തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. 4 രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അഗ്രഗണ്യരായിട്ടുള്ളത്, ടോപ്പ് മോസ്റ്റിലുള്ളത്. US, UK, ഫ്രാൻസ്, റഷ്യ. ഈ 4 രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രൂവൻ ആയിട്ടുള്ള എഞ്ചിനുകളായാലും ഫൈറ്റർ ജെറ്റുകളായാലും ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വർത്തിയായിട്ട് പുറത്തിറക്കുന്നത്. മറ്റുള്ളത് ഇപ്പൊ ചൈന ആയിക്കോട്ടെ, സൗത്ത് കൊറിയ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ കോപ്പി ചെയ്ത് ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ആ ഫ്ലൈറ്റുകൾക്കെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ US ആണെങ്കിൽ ഒരു 140 ഫ്ലൈറ്റ് പെർ ഇയർ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചൈന ആണെങ്കിൽ 100 മുതൽ 120 ഫൈറ്റർ ജെറ്റുകൾ മാനുഫാക്ചറിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അവരും ആ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ഇന്ത്യ ആണെങ്കിൽ 10 to 20 അതിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ എഞ്ചിൻ. അപ്പൊ ആ ഒരു എഞ്ചിൻ പരിപാടിക്ക് എത്രയും വേഗം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് GE കമ്പനിയെ നിരുപാധികം തള്ളി പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യത തേടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. റഷ്യയിൽ നിന്ന് ഇപ്പൊ നമ്മൾ റീപ്ലേസ് ചെയ്ത് റഷ്യയിൽ നിന്ന് നമുക്ക് ബദലായിട്ട് എഞ്ചിൻ നമ്മൾ കൊണ്ടുവരുന്നു വെച്ചാൽ GE എഞ്ചിന് വേണ്ടിയിട്ട്, അപ്പോഴും നമ്മൾ ഇത് കൊടുക്കേണ്ടത് HAL തന്നെയാണ്. ഈ HAL ഒറ്റൊരു കമ്പനിയേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം.
കോമ്പറ്റീറ്റർ ഇല്ല. നമുക്ക് ഇനിയും ഒരു 2-3 കോമ്പറ്റീറ്റേഴ്സ് മിനിമം വരേണ്ടതുണ്ട് ഈ ഒരു ഫീൽഡിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പൈസയുള്ള ആൾക്കാരായിട്ടുള്ള ടാറ്റ ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ ഒരു ഫീൽഡിലേക്കും കൂടെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഗവൺമെന്റ് തന്നെ അതിനെ സ്വന്തം സോവറിൻ ഫണ്ട് ഉപയോഗിച്ച് പാർട്ട്ണറായിട്ട് ചേർന്ന് ജോയിന്റ് വെഞ്ചറിൽ ഇങ്ങനത്തെ കമ്പനികൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാര്യം വേറെ ഒന്നുമില്ല, ഇനിയിപ്പോ ഈ ഒരു എഞ്ചിൻ മേടിച്ച് കൊടുത്താൽ തന്നെയും എഞ്ചിൻ മാത്രമാണോ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ ഒരു തേജാസിന്റെ എഞ്ചിൻ മാത്രമല്ല പ്രശ്നം, അതിൽ വേറെ ഇനിയും പല പാർട്സുകളും റെഡിയല്ല എന്നാണ് പറയുന്നത്. ഇത് HALന്റെ പ്രോബ്ലമാണ്. ഞാൻ പറഞ്ഞത് എഞ്ചിന്റെ കാര്യമല്ല, ബാക്കിയുള്ള സ്പെയർ പാർട്സുകളുടെ ബോഡി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഒരു ബെൽറ്റ്, ഈ ഒരു എഞ്ചിൻ കണക്ട് ബെൽറ്റ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും ഇനിയും പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ്, ഈ വിഷയം കൊണ്ടാണ് അമർപ്രീത് സിംഗ് അന്ന് പ്രതികരിച്ചത്. കാര്യം വേറെ ഒന്നുമല്ല, എഞ്ചിൻ മാത്രമല്ല കുഴപ്പം, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ അടുത്ത് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബാക്കി റെഡിയല്ല. അതെന്തുകൊണ്ടാണ് റെഡി ആവാത്തത്? കാരണം HAL എന്ന് പറഞ്ഞ ഒരു സിംഗിൾ കമ്പനിയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു സെയിം മോഡലിന് വേണ്ടിയിട്ട് ഇനിയൊരു കോമ്പറ്റീറ്റർ ഉണ്ട്, അയാൾക്കും ഒരു 10-15 അല്ലെങ്കിൽ ഒരു 10-20 ഫ്ലൈറ്റ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഓർഡറും കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് തമ്മിൽ മത്സരമായിരിക്കും. അപ്പൊ നല്ല രീതിയിൽ വർക്ക് നടക്കും. ഇവിടെ കോമ്പറ്റീറ്റർ ഇല്ല, അതുകൊണ്ട് HAL അവർ വിചാരിക്കുന്ന രീതിയിലാണ് ഇത് തോന്നിയ വാസം പോലെ കാണിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അവരുടെ പാർലമെന്റിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, പ്ലെബിസൈറ്റ്, കശ്മീരിനുള്ളിൽ ഇന്ത്യ എത്രയും വേഗം പ്ലെബിസൈറ്റ് നടത്തണം എന്നുള്ള രീതിയിൽ അർജൻസി കാണിച്ചുകൊണ്ടുള്ള ഒരു ഓർഡറാണ് പാസ്സാക്കിയിരിക്കുന്നത്. നീ പാകിസ്ഥാന്റെ ഉള്ളിൽ നീ എന്ത് വേണേലും പാസ്സാക്കുക, ആദ്യം നീ കഞ്ഞി കുടിക്കാനുള്ള പൈസ ഉണ്ടാക്കാൻ നോക്ക്, എന്നിട്ടാവാം ബാക്കിയുള്ള പ്ലെബിസൈറ്റും കാര്യങ്ങളും. നിന്റെ ബാക്കിയുള്ള പ്രൊവിൻസിലൊക്കെ ആൾക്കാരൊക്കെ വിശപ്പ് മാറിയിട്ട് വേണ്ടേ നീ കാശ്മീരിനെ കൂടെ നോക്കാൻ? അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എടുത്താൽ മതി. ഇവരിതുപോലെ പല കോപ്രായങ്ങളും കാണിക്കും. അവിടെ ഇന്നത്തെ ഗവൺമെന്റ് ആയിരിക്കില്ല നാളെ ഉണ്ടാകുന്നത്. മാർക്ക് സക്കർബർഗ് പാകിസ്ഥാനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ബ്ലാസ്ഫമി, മതനിന്ദയുടെ പേരിൽ അയാൾ ഒരു പക്ഷേ അയാൾ അവിടെ വധശിക്ഷയ്ക്ക് വരെ വിധിക്കപ്പെട്ടേനെ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വളരെ ഡേഞ്ചറാണ്. പാകിസ്ഥാനെ ഗ്ലോബലി തന്നെ ഒരു അപമാനകരമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. ഖത്തർ അമീർ 2 ദിവസമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ വിസിറ്റ് പൂർത്തിയായി. $10 ബില്യൺ ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റുമായിട്ടാണ് ഖത്തർ പിരിഞ്ഞിരിക്കുന്നത് മീറ്റിംഗ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും രസകരമായ മറ്റൊരു വിഷയമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.